15ാമത് SKSSF സംസ്ഥാന സമ്മേളനം. 15ാമത് സർഗലയം തളിപ്പറമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ രണ്ട് പ്രിയ സുഹൃത്തുക്കൾ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് സുഖം? പേരെന്തായിരുന്നു? ജലാലുദ്ദീൻ. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നാണ്. സർഗലയം എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നത്തെ ദിവസം? നല്ല രീതിയിൽ തന്നെ മത്സരങ്ങളൊക്കെ അടിപൊളിയാണ്. ഏത് മത്സരത്തിനായിരുന്നു? കൊളാഷ് തൊലബ സീനിയർ വിഭാഗം. എങ്ങനെ എന്തായിരുന്നു വിഷയം? പതിനൊഴുകുന്നു എന്നുള്ളതാണ് വിഷയം. അതിലാണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അല്ലേ? സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇത്തരം മത്സരങ്ങൾ പങ്കെടുക്കുവാനും ഇത്തരം നല്ല സ്ഥാനങ്ങൾ നേടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടെ മറ്റൊരു അതിഥി കൂടിയുണ്ട്. എന്തായിരുന്നു പേര്? അബ്ദുൽ ഖാദർ. എവിടുന്ന? മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി. ഓ, രണ്ടുപേരും അക്കാദമിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? എന്ത് മത്സരം എന്തിനായിരുന്നു? ഇംഗ്ലീഷ് പ്രസംഗം. മാഷാ അല്ലാഹ്, ഇംഗ്ലീഷ് പ്രസംഗം. ഇതിനു മുമ്പ് നേരത്തെ ഇവരോട് ചോദിച്ച പോലെ എങ്ങനെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു? കഴിഞ്ഞ 14ാമത് സംസ്ഥാനം ഫസ്റ്റ് ആയിരുന്നു. അതിലും ഫസ്റ്റ് ആയിരുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇംഗ്ലീഷ് പ്രസംഗത്തിൽ തന്നെ? ഓ, ഇംഗ്ലീഷിൽ പുലിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ. പിന്നെ എന്തായിരുന്നു ഇന്ന് ജഡ്ജസ് നൽകിയ വിഷയം? ഇസ്ലാമോഫോബിയ ആൻഡ് മിസ്കൺസെപ്ഷൻ, വാട്ട് എ മുസ്ലിം ഷുഡ് ഡു എന്നുള്ള വിഷയം. പുതിയ കാലത്തെ സംഭവത്തെ കുറിച്ചുള്ളതാണ്. റെലവന്റ് ആയിട്ടുള്ള വിഷയമാണ്. മുസ്ലിമുകൾ വളരെയധികം വേദനകളും ഇസ്ലാമിനെ ഡേഞ്ചറസ് ആയി പോർട്രേ ചെയ്യപ്പെടുന്ന ഈ കാലത്ത് എന്തുകൊണ്ടും അഭിസംബോധന പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു അല്ലേ? നമുക്ക് അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു ആമുഖം നമുക്കൊന്ന് ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കാമല്ലേ? അല്ല, ഇംഗ്ലീഷിൽ തന്നെ പറയാം. തീർച്ചയായും. As we know, today Islam is being portrayed as a dangerous religion around the world, but we don't understand what the real ideology or the concept of Islam is. Being the real Muslims in the world, where the Prophet Muhammad sallallahu alaihi wasallam taught us the traditions, and the Holy Quran teaches us how the Islam is being spreaded all over the world with its pure ideology. And look, when they are talking about Islamophobia and when they are talking about the religious freedom for a woman getting in Islam, we have to understand, even when the Western media are talking about Afghanistan and the women and the government who are making them as slaves, we have to understand, you are not talking about the women who are being sledged or being tormented or tortured by the people who are living in the modern world. We can't say that modernity is a great thing. Even while modernity promotes freedom, it also deepens inequality and divides society. We can't say this as a great pinnacle of the progress. So the Islam is the great religion and the best religion over the world, which give the women freedom, which give all the people freedom regarding to its ideologies. ഓക്കെ, താങ്ക് യു. വളരെ നന്നായി ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും രണ്ടുപേരും നമ്മുടെ മാലിക് ദിനാർ അക്കാദമിയിൽ നിന്ന് തന്നെ വന്നതിൽ സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇനിയും മത്സരങ്ങളിൽ നന്നായി പെർഫോം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാണാം, പരസ്പരം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.